ഹായ്, വാഗമൺ യാത്രയും അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോകുന്ന വഴി ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാം. ഇതിൻ്റെ സൈഡൊക്കെയുള്ള റോഡിനാണ് ഞങ്ങൾ കയറിപ്പോയത്. ഇവിടെ നിർത്തി ഇറങ്ങിയൊന്നുമില്ല, അവിടെ കുറച്ച് ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് റോട്ടിൽ നിന്ന് കണ്ട് ഞങ്ങൾ നേരെ പോയി. നല്ല റോഡാണ് കേട്ടോ, വീതി കുറവാണ്, വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കയറ്റവും വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് നല്ല രസമായിരിക്കും, നല്ല ഭംഗിയും നല്ല കാഴ്ചകളും നല്ലൊരു ഫീൽ ഗുഡ് യാത്രയായിരിക്കും. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിരുന്നു. അവിടെ ഞങ്ങളവിടെ വാഗമണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കോടമഞ്ഞിൽ മൂടിയിരിക്കുകയായിരുന്നു റോഡൊക്കെ. കുറച്ച് മുന്നോട്ട് പോയി ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പുറത്തേക്കടിപ്പോലെ എന്താണ് ക്ലൈമറ്റ്.
ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വാഗമണെത്തി. വാഗമണിൽ നല്ല മഴയായിരുന്നു ചെല്ലുമ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ സൈഡാക്കി വഴികൾ കാര്യങ്ങളൊക്കെ മൊബൈലെടുത്ത് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മഴയത്ത് യാത്ര ചെയ്യാനൊന്നും ഈ വാഗമണിലെ ഈ ചെറിയ സിറ്റിയാണിത്. ഇവിടെ നല്ല മഞ്ഞാണ്, നല്ല ഭയങ്കര ഫീലായിരുന്നു ആ സമയത്ത്. തണുപ്പും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഞങ്ങൾ വാഗമണിലെ മൊട്ടക്കുന്നിലേക്കാണ് പോയിരിക്കുന്നത്. വാഗമൺ മെഡോസ് എന്നൊക്കെയാണ് പറയാറ് ഇതിന്. നല്ല രസമാട്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആണ്. ചെറിയ കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പുല്ലും. പിന്നെ ഇവിടെ ഒത്തിരി പേര് പട്ടം പറപ്പിക്കുന്നുണ്ട്. അത് ഈ മഞ്ഞിൻ്റെ അകത്ത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ മഴയുണ്ടായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് മൊത്തത്തിൽ നല്ല ഫീലായിരുന്നു, മഞ്ഞും മഴയെല്ലാം കൂടെ ആയിട്ട്. ഇവിടെ ഈ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഇതിന് ഒരാൾക്ക് 400 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമാട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. താഴെ ഒരു കുഞ്ഞു തടാകമൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ സിപ്പ് ലൈൻ കടന്നു പോകുന്നത്. മെഡോസ് നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് തപ്പിയാണ് പോയത്. ചെറിയ റോഡല്ല, നല്ല കുണ്ടും കുഴിയൊക്കെ ഉണ്ട് റോഡൊക്കെ. പോകുന്ന വഴിക്ക് അതുപോലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. നല്ല രസമാട്ടോ കാണാൻ. ഇവിടെ കമ്പിവേലിൻ്റെ അകത്തൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കമ്പിവേലി ശരിക്കൊരു എന്താ പറയുക, ഭംഗിനെ മറയ്ക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഫോൺ പിന്നെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അവിടെ നിന്ന് പിന്നെ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക്. ഒരാൾക്ക് 10 രൂപ അവിടെ എൻട്രി ചാർജ്. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, അട്ടയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലിൽ അട്ട കയറിയൊന്നുമില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അകത്തൂടെയൊക്കെ പോയത്.
ഇവിടെ സൈഡിൽ ചെറിയൊരു അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടോ കാണാൻ. ചെറിയ ഈ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നല്ല ഭംഗിയാണ്. മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഇലവിഴ പൂഞ്ചിറയിലേക്ക് ആണ് പോയത്. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴയാകുമ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഒരു ചായ കുടിച്ച് മെല്ലെ ഇലവിഴ പൂഞ്ചിറ ലക്ഷ്യമാക്കി പോന്നു. ഇലവിഴ പൂഞ്ചിറയുടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. നന്ദി.